എങ്ങനെ കിടക്കുന്നതിനുള്ളിക്ക് വല്ല പാമ്പുണ്ടാവോ? പറയാൻ പറ്റില്ല. ഗൈസ് കണ്ടില്ലേ, അമ്മൂസ് മുരിഞ്ഞേന്റെ എല്ലാം വൃത്തിയാക്കിയാണ്ടില്ലേ, മൊത്തം അതിന്റെ ചില്ലകളും കൊല്ലാട്ടിട്ടുണ്ട്, തണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, ഇത് സ്ലൈസ് ആയിട്ട് അരിയണം. എന്തോ കഴിഞ്ഞ ദിവസം ഞാനേ പനീർ ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു ഇവിടെ? അത് പഴയ ഓരോന്നിങ്ങനെ ആലോചിച്ച് സങ്കടം വന്നപ്പോ കരഞ്ഞു പോയതാണ്. ഇത് കണ്ടോ, രണ്ടുപേരും കൂടി അടി തുടങ്ങിയതിന്റെ ഇടയിൽ. വിശന്നിട്ടുള്ള അടിയാണോ? എല്ലാവരും കാണേ വീഡിയോസ്, അല്ലെങ്കിൽ ഹായ്, ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വി ഫോർ വെറൈറ്റി വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കൃപ ഒരു മുരിഞ്ഞക്കൂട്ടം വെക്കാൻ തോന്നുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ കേട്ടോ ഇന്ന്. അപ്പോൾ കൃപ മുരിഞ്ഞക്കൂട്ടം വെക്കും, മുരിങ്ങ പൊട്ടിക്കും, ഞങ്ങൾ മുരിഞ്ഞ പൊട്ടിക്കും, ഞങ്ങൾ കഴിക്കും. ഇവിടെ പ്ലോട്ട് മൊത്തം കാടായി, കാട് പിടിച്ചു. ഇപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അയ്യോ, ഞാൻ ഈ ഭാഗത്തേക്ക് കിടന്നിട്ട് കുറേ നാളായി. എങ്ങനെ കിടക്കുന്നതിനുള്ളിക്ക്? ഇതെന്താ, ഫ്രൂട്ട്സ് തൈകളൊക്കെ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ മൊത്തം കാടായി ഇതിനുള്ളിൽ. ദേ മുരിഞ്ഞത് അവിടെയാണ്, ഈ കാട്ടിലൂടെ പോയിട്ട് വേണം പറിക്കാൻ. വല്ല പാമ്പുണ്ടാവോ? പറയാൻ പറ്റില്ല. ഇതുണ്ട്, ഇവിടെ പലതരം ഫ്രൂട്ട്സ് തൈകൾ വെച്ചിട്ടുണ്ടേ. പൊട്ടിച്ചോ. ഏയ്, ഇതൊക്കെ ചിലതൊക്കെ വാടിപ്പോയി. പാമ്പിനെ നല്ല പേടിയുള്ള ആളാട്ടോ. ആ ഫാം വില്ലയിൽ നിങ്ങൾ കണ്ടില്ലേ ധൈര്യം? എനിക്ക് ധൈര്യമൊന്നുമില്ല കേട്ടോ, പറഞ്ഞു തന്നെ ഉള്ളൂ. അതേ ഇവിടെ മുരിഞ്ഞ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടാനാണ്ട് കുറച്ച് പോരെ? കുറച്ച് മതി കേട്ടോ. വൈകിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വീഡിയോ എടുത്തിരിക്കുക അല്ലേ? ഇതുണ്ടോ, ഇത് അബിയു എന്ന് പറഞ്ഞ തയ്യുണ്ട്, കിലോ പേര, അതേമാതിരി ഈ എന്താ പറയുക, ഇതില്ലേ എന്ത്, റംബുട്ടാൻ, മട്ടോവ, പാകിസ്ഥാനി മൾബറി, പിന്നെ വിയറ്റ്നാം ചക്കല്ലേ, കുറേ തയ്യൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മൊത്തം കാടായി, ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ഇത് മതിയോ? ശരിയാണോ? കുറച്ചുകൂടി പറിച്ചോളൂ. ദേ അങ്ങനെ എല്ലാവരും ഇവിടെ മുരിഞ്ഞ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മൂസ് കൊണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണു. അമ്മൂസ് ഹെൽപ്പ് ചെയ്യില്ലേ? ഇതെന്താ അമ്മൂസേ? അമ്മൂസ് എന്താ തേരിയാക്കണേ? മുരിങ്ങ ഇഷ്ടാണോ? മുരിങ്ങയുടെ കഴിക്കാതെ പറഞ്ഞിട്ട് ഇഷ്ടായി. അമ്മൂസാണോ കൂട്ടാണ്ടാക്കണേ? ഹെൽത്തി ആണോ അത്? ഇതന്നെ ഒരു രസമല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഗ്രീൻ ലീഫി മുരിങ്ങേൻ്റെ ഇല ഊരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മുരിങ്ങേൻ്റെ ഇലല്ലേ. അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും അടിക്കണമൊന്നുമില്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്തിയാണ് ഈ മുരിങ്ങേൻ്റെ ഇല. എനിക്കിഷ്ടാട്ടോ, എനിക്ക് മുരിങ്ങയുടെ ഉപ്പേരി ഇഷ്ടമാണ്, അതേമാതിരി മുരിങ്ങ കൂട്ടാൻ എല്ലാം ഇഷ്ടമാണ്. കൃപയ്ക്ക് കൃപയ്ക്ക് ഇഷ്ടമല്ല, അച്ഛന് ഭയങ്കര ഇഷ്ടമാവും ഇല്ല അച്ഛാ? കൂട്ടാൻ കുഴപ്പമില്ല, ഉപ്പേരി ടേസ്റ്റില്ല. ഈ മുരിങ്ങേൻ്റെ എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അത്ര വിലയൊന്നും ഉണ്ടാവില്ല തൊടിയിലുണ്ടാകുമ്പോൾ. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പം ഈ ആമസോണിലും എല്ലാത്തിലും ഇത് മേടിക്കാൻ കിട്ടും. പല പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ മുരിങ്ങേനെ കൊണ്ട്. ഏത് വീഡിയോ എന്താ ഹെൽത്തി കുറേ കാര്യങ്ങൾ ഈ മുരിങ്ങേൻ്റെ എല്ലാം വെച്ച് ചെയ്യണ്ടല്ലോ. ഇതെല്ലാം ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മനമില്ലാന്ന് പറഞ്ഞ മാതിരിയല്ലേ മുരിങ്ങേൻ്റെ എല്ലാം കാര്യം. ഇത് ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ എല്ലാവരും അയ്യോ ഭയങ്കര ഹെൽത്തി സാധനം അത് ഇത് പറഞ്ഞ് നോക്കുമ്പോൾ മുരിങ്ങേൻ്റെയിലേക്ക് കാണും. അതൊക്കെ ഇഷ്ടാവും എല്ലാവർക്കും. അവനവൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ അതിന് വല്ലാണ്ട് ഇത് കൊടുക്കില്ല. ഹലോ, വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ, ഇത് നന്നാക്കാൻ കൂടുന്നില്ലേ? ഇതാരെങ്കിലൊക്കെ വീഡിയോ എടുക്കും വേണ്ടേ? വീഡിയോ അതോടെ വെച്ചാൽ മതി, നന്നാക്കാൻ കൂടു. കഴിക്കാൻ കൂടുന്നില്ലേ കൃപ? അതുപോലെ ഈ അമ്മയും കൃപയൊക്കെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കും, ഞാൻ അങ്ങനെ വീഡിയോ എടുക്കും, എന്നിട്ട് കഴിക്കാൻ ഞാൻ കൂടും കേട്ടോ. പക്ഷെ അവർക്ക് അത് വിലയില്ല. നീ കഴിക്കണേന് വരില്ല. അത് ഞാൻ അച്ഛനും കൂടൂല്ലേ അച്ഛാ? അച്ഛനും കൂടും. എന്തായി അമ്മൂസിന്റെ?
എന്ത് സൂപ്പർ? ഇത് കഴിക്കണം കേട്ടോ. കഴിക്കുമ്പോ നേരെ അവള് തിരിച്ചു പറയും കേട്ടോ, വേണ്ടാന്ന് പറയും. ഇല്ലില്ല, ഇപ്രാവശ്യം ഇന്ന് അമ്മൂസ് കഴിക്കൂലേ? അമ്മൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മൂസ് കഴിക്കും. വീഡിയോഗ്രാഫർക്ക് ഒരു ജോലി ഉണ്ട്. എന്ത്? ഇപ്പഴല്ല, അതൊക്കെ കഴിഞ്ഞിട്ട്. അതെന്തത്? അതൊക്കെ ക്ലീൻ ചെയ്യാ. ഈ മുരിങ്ങയില ഉണ്ടാക്കണതൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് എല്ലാ നിലത്തിൽ കൂടെ വെതറിയിട്ട് എന്നോട് ക്ലീൻ ചെയ്യാനാ പറയണേ. എന്തെങ്കിലുമൊക്കെ പണിയുണ്ടേ. ധ്രുവിൻ, അവനിവിടെ പഠിച്ചോണ്ടിരിക്കുകയാണ്. അതെ, നീ മുരിങ്ങയില നന്നാക്കാൻ പറ്റുമോ? അടിക്ക്. അതെ, ചീത്ത ഞാൻ കൊള്ളണത്രേ. അവനെ എക്സാം വരികയാണ്, അവൻ പഠിച്ചോണ്ടിരിക്കുക. ഗൈസ് കണ്ടില്ലേ, അമ്മൂസ് മുരിങ്ങേൻ്റെ വൃത്തിയൊക്കെ ഉണ്ടല്ലേ, മൊത്തം അതിന്റെ ചില്ലകളും കൊല്ലായിട്ടുണ്ട്, തണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ബൈജുവേട്ടന് ഞാനൊരു പണി കൊടുത്തു ഗൈസ്. അവിടെ വെറുതെ വീഡിയോ പിടിച്ചിരിക്കുകയായിരുന്നു. അതെ, എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും ഞാനൊരു പണിയെടുക്കില്ല എന്ന്. കണ്ടോ ഗൈസ്, ഉള്ളി ശരിയാക്കുന്നത് എനിക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ ഈ മുരിങ്ങേൻ്റെ ഊരാൻ എളുപ്പമാണ്, പക്ഷേ ഈ ഉള്ളി നുറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പടിയാ, കരയും. അപ്പോൾ എന്ത് ചെയ്തു, അത് എനിക്ക് നൈസായിട്ട് എനിക്ക് വന്നു. പക്ഷേ പ്രശ്നമില്ല, ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഈ KK ജോസഫ് ചെയ്യും. കൃപ ഞാൻ വീഡിയോ എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇനി കുറച്ചു നേരം ഞാൻ വീഡിയോ എടുക്കാം, നിർത്തൂ. അല്ലേ പൈസ ഞാൻ കമന്ററി പറയാൻ സുഖമാണ്. വൈജുവേട്ടൻ എന്താ അല്പസമയത്തിനുള്ളിൽ കരയുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയല്ലേ പറയണ്ടോ? കറിയില്ല ഗൈസ്, എന്തായാലും കറിയില്ല. ഇത് പറയാനെ കൊണ്ട് പറ്റും. അതെ, ഇത് സ്ലൈസ് ആയിട്ട് അരിയണം. സ്ലൈസ് ആയിട്ട് അരിയണം. എന്തോ കഴിഞ്ഞ ദിവസം ഞാനേ ഇവിടെ പനീർ ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു ഡയലോഗ്? അത് പഴയ ഓരോന്നിങ്ങനെ ആലോചിച്ച് സങ്കടം വന്നപ്പോ കരഞ്ഞു പോയതാ. ഓ, സ്ത്രീകളെ സമ്മതിക്കണം കേട്ടോ, ഈ ഉള്ളി അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്കാ. കാരണം ഇതേ കറിയാത്തവനും കരഞ്ഞു പോവും. സ്ലൈസ് ആയിട്ട് അരിയണോ? ചെറുതാക്കി അരിയണം. ഇത്രയൊക്കെ പറ്റുള്ളൂ. സ്ലൈസ് ഇത്രേ ആവുള്ളൂ. ഇനി സ്ലൈസ് ആയി കഴിഞ്ഞാൽ ഞാനിവിടെ കരഞ്ഞു പോകും. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ, അത് ഉള്ളി അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ട, നീ എന്നെ ചെറിയിക്കോ. വേണ്ട, നീ എന്നെ ചെറിയിക്കോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മുരിങ്ങ കൂട്ടാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല, അരമുറി നാളികേരം ചിരകിയിട്ടുണ്ട്. ഞാൻ വറ്റൽമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ, കാരണം കുട്ടികൾക്ക് ഇവിടെ എരിവ് അധികം വയ്യ. പിന്നെ 2 ഇല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി സ്ലൈസ് ആക്കിയത്, 2 സവാള സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കടുക്, ജീരകം, ഉപ്പ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളത്തിലാണ്. ഇവിടെ അച്ഛനും അമ്മൂസും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിലെന്താ പോയേ? മുടി പോയോ? അയ്യോ, ഇത് അമ്മൂസാണോ? അയ്യേ. അച്ഛനെ 0 മാർക്ക് കൊടുത്തത്രേ, അവൾക്ക് ഇഷ്ടായില്ല അത്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് വറക്കാൻ വയ്ക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ആയി. ഇനി നമുക്ക് കുറച്ച് സവാള ഇടാം. സവാള നന്നായി വഴറ്റണം. അപ്പം ഞാൻ എന്ത് വെച്ചാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും സവാള വഴറ്റാൻ വേണ്ടിയിട്ട്. ബൈജുവേട്ടന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കാൻ ചെറുതായിട്ട് പണി കൊടുത്തു. ഉള്ളിയുടെ പണിയെല്ലാം എനിക്കാണ്. ഇതെന്താ? ഇത് ഞാനാ നോട്ടെ. അച്ഛനെ വരച്ചേക്കാ? ഇത് കണ്ടോ, ഇത് ഞാനാണത്രേ. അച്ഛനെ വരച്ചതാ. ഭയങ്കര അമ്മേനെ കൂടി വരക്കേട്ടോ.
അടിപൊളിയുണ്ടല്ലോ. അമ്മേനെ കൂടി വരയ്ക്കേ. ഇതായിട്ടുണ്ടാവില്ലേ? ആ ഉള്ളി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടായിരിക്കും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല ഇടാം. ഇതിലെന്താ കൃപ അരച്ചിട്ടുള്ളേ? നാളികേരം ജീരകം വറ്റൽമുളകല്ലേ? ഈ നാളികേരം ജീരകം വറ്റൽമുളക് ഇത് അരച്ചിട്ടുള്ളത് നമ്മൾ ആ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിൽ ചേർക്കാം കേട്ടോ. ഇത് ഏകദേശം ആയി തുടങ്ങി. പിന്നെ നമ്മൾ ഈ കഞ്ഞീൻ്റെ വെള്ളമല്ലേ ഇത് ഇതിലങ്ങോട്ട് ഒഴിക്കുക. എൻ്റെ ഐഡിയ കേട്ടോ, അതൊക്കെ കൃപയായിട്ട് പറഞ്ഞത് ഇതിങ്ങനെ ചെയ്യണമെന്ന്. കൃപ ക്യാമറ എടുത്തു, എന്നോട് പറഞ്ഞു ഒന്ന് കുക്കിംഗ് ചാനലൊന്ന് ഞാൻ എന്നോട് കാണിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. ബാക്കിത്തെ ബിഹൈൻഡ് ദ സീൻ കൃപയാണ്. അപ്പോൾ ഈ കഞ്ഞീൻ്റെ വെള്ളം ഇതിലിങ്ങനെ ഒഴിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇടണം. ഒരു സ്പൂൺ മതിയോ? കുറച്ച് നെയ്യ്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ചിട്ടുണ്ട്, എല്ലാം കുക്കായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ മുരിങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. മുരിങ്ങ കൂട്ടാനൊക്കെ വെച്ചപ്പോഴേ എന്നാൽ അവിടെ എൻ്റെ അമ്മാവുണ്ട്. അമ്മാവൻ ഗുരുവായൂർ അമ്പലത്തിൽ കീഴ്ശാന്തിയാണ്. അപ്പോൾ അമ്മാവുണ്ട് നല്ല അച്ഛത് കാണിച്ചു കൊടുക്കും. നല്ലതാ കാളൻ കൂട്ടാൻ, നല്ല ഗുരുവായൂർ കാളൻ അമ്പലത്തിലുണ്ടാക്കിയ കാളനും ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാളൻ കൂട്ടാനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് നല്ല കേട്ടോ, എനിക്ക് കൃപയ്ക്ക് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്ക് എത്ര അതില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് ഈ കാളൻ. അത് പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പലത്തിലെ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ പ്രസാദ കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇടയ്ക്ക് അമ്മാവനെ കൊണ്ടുവരുമ്പോൾ തരും. ഞങ്ങൾക്ക് 2 അമ്മാവന്മാരുണ്ട് ഇവിടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് തരും ഈ കൂട്ടാനും ചോറൊക്കെ. ഭയങ്കര സ്വാദാട്ടോ, അത് അടിപൊളി ടേസ്റ്റാണ്. ഇത് അച്ഛൻ ഇവിടെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഇന്നത്തെ വിഭവങ്ങൾ ഇതാ പപ്പടം ഉണ്ട്, ചോറുണ്ട്. അമ്മ ഒരു ഇതുണ്ടാക്കിയിരുന്നു, ഒരു വെണ്ടയ്ക്കേനെ കൊണ്ടൊരു മസാല അതുണ്ട്. പിന്നെ അമ്മാവൻ കൊണ്ടുവന്ന കാളൻ, ഞങ്ങളുണ്ടാക്കിയ മുരിങ്ങ കൂട്ടാൻ. ഇതിപ്പോൾ അവിടെ കുട്ടികൾക്ക് ഭക്ഷണം കുഴച്ച് കൊടുക്കുക. ഇത് കണ്ടോ, 2 പേരും കൂടി അടി തുടങ്ങിയതിൻ്റെ ഇടയിൽ. വിശന്നിട്ടുള്ള അടിയാണോ? അമ്മൂസൊരു രക്ഷയില്ല. ധ്രുവിനെ നന്നായിട്ട് ഇടയ്ക്ക് ഉപദ്രവിക്കും കേട്ടോ. അമ്മൂസേ അച്ഛൻ വീഡിയോ എടുക്കുന്നുണ്ട്, കണ്ടോ? ഇങ്ങോട്ട് നോക്കാം, എല്ലാവരും കാണും കേട്ടോ. ഏട്ടൻ പാവല്ലേ അമ്മൂസേ? ഏട്ടൻ പാവല്ലേ? വികൃതിയാണ്. അമ്മൂസേ ഭക്ഷണം കഴിക്കൂ. അമ്മൂസ് വരൂ. അമ്മൂസേ ഇഷ്ടായോ? അമ്മൂസ് ഉണ്ടാക്കി മുരിങ്ങ കൂട്ടാനല്ലേ? ഏട്ടനും ഉണ്ടാക്കി. അയ്യോ ഏട്ടനും ഉണ്ടാക്കിയതാന്ന്. അപ്പം അമ്മൂസല്ലേ പറഞ്ഞേ, അമ്മൂസല്ലേ പറഞ്ഞേ മുരിങ്ങ കൂട്ടം ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കേ ഇങ്ങോട്ട് നോക്കേ. അമ്മൂസല്ലേ പറഞ്ഞേ മുരിങ്ങ കൂട്ടം ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുരിഞ്ഞൻ്റെ ഇല അങ്ങനെ ഊരുമ്പോൾ അമ്മൂസ് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടായോ? അമ്മൂസ് ഉണ്ടാക്കി കൂട്ടാനല്ലേ? അമ്മൂസ് ഉണ്ടാക്കി കൂട്ടാനാണല്ലേ? അമ്മൂസ് ഉണ്ടാക്കി കൂട്ടാൻ എന്ത് ടേസ്റ്റാ, അടിപൊളി. പപ്പടം കുറേശ്ശെ അമ്മക്ക് തരാം. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കൂട്ടിയിട്ട്
ഇത് ഈ നാളികേരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി ഇല്ലേ, അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇവിടെ കുറേ ഉണ്ടാക്കിക്കേ ചമ്മന്തിപ്പൊടി, അവനത് ഉണ്ടായാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാളൻ്റെ ഒരു സ്വാദ് സൂപ്പർ. അല്ല, ഞങ്ങളുടെ മുരിങ്ങക്കൂട്ടം കഴിക്കുന്നില്ലേ ഇപ്പോൾ? മുരിങ്ങക്കൂട്ടാനും വേണം. അച്ഛൻ എല്ലാം കൂട്ടി കഴിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് ഉച്ചത്തെ ഊണ് കഴിഞ്ഞാൽ അമ്മൂസ് വയലന്റ് ആവും. അത് ഉറക്കണ്ട്, പക്ഷെ ഉറങ്ങില്ല. ഡാൻസ് ക്ലാസ് ഉണ്ട്. അയ്യോ വേണ്ട, മതി മതി. അപ്പോ വേണ്ട, വീഴും, വീണായിട്ടുണ്ടാവും ഈ കളി. ഓ വേണ്ട, വീണായിട്ടുണ്ടാവും. എന്തായി, ആയോ? ആവണുള്ളൂ. റുബേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കഴിഞ്ഞ് പിള്ളേർ ഇപ്പോൾ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കുകയാണ്, ഫ്രഞ്ച് ഫ്രൈസ്. അത് ഞങ്ങളൊരു ഇംപെക്സ് എന്ന് പറഞ്ഞൊരു ഇത് മേടിച്ചു, ഒരു കമ്പനിയുടെ ഇത്. ഇത് നല്ലതാട്ടോ, ഈ പിള്ളേർ സ്കൂളൊക്കെ വിട്ടിരുമ്പോൾ സ്നാക്സ്. ചാവക്കാട് കേരള ഗിഫ്റ്റ് ഹൗസിന്ന് ഓഫറിലപ്പം മേടിച്ചല്ലേ? അതെ അതെ, ഇത് ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പം അങ്ങനെ മേടിച്ചു ഇംപെക്സിൻ്റെ. നമ്മൾ ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം. ഏറ്റവും ബെസ്റ്റ് ഐഡിയ, ഞാൻ ഇങ്ങനെ ചെയ്യാറ്. നീ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം. കുറഞ്ഞ മതി. ഞാൻ മറ്റേ ഇതുകൊണ്ട് അങ്ങനെ തിരിച്ചിടാറ്. അത് ഇത് നല്ല കേട്ടോ, അത് നല്ല പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവുന്നത്. ഇതിനെ കൊണ്ട് ഗോബി മഞ്ചൂറിയനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അനിയത്തി പറഞ്ഞു, അനിയത്തി മേടിച്ചിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്തില്ല അല്ലേ? ഇല്ല, നമ്മൾ ട്രൈ കാര്യമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിൽ ഉണ്ടാക്കാറ്. കാരണം എന്താ, മെയിനായിട്ട് എന്താ വെച്ചാൽ എണ്ണ വേണ്ട. അതെ, എണ്ണ ഇല്ലാതെ. നമ്മൾ പക്ഷെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ അത്ര ഉപയോഗിക്കാറുള്ളൂ. നല്ല സാധനം, പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഈ സാധനം. കൃപപ്പനി കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകും. ഇതിൽ നല്ലോണം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും 2 കഷ്ണം നമുക്ക് ബാക്കിയുണ്ടാവുന്നു, ഫുള്ള് 2 കൂടി അടിച്ച് തുടച്ച് കഴിക്കും. അച്ഛൻ ഷോപ്പിൽ പോയിട്ട് നല്ല കുഴലപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. കുഴലപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ അവിടെ ഉണ്ട്, അച്ഛൻ്റെ ഇവിടെ. ഞങ്ങളെ ചായ കൂടി നിർത്തി. കാരണം എന്താ വെച്ചാൽ ഷുഗർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതറിയില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പോയിട്ട് കുഴലപ്പം മേടിച്ചോണ്ട്. കുഴലപ്പം കഴിച്ചിരിക്കുമ്പോഴാണ് ടൈം പോയത് അറിയില്ല. ടൈം 3:45. കുട്ടികളിപ്പോൾ എത്തും ബസ് സ്റ്റോപ്പിൽ. കൃപോടി അമ്മൂസ് വന്നിട്ടുണ്ട്. എന്താ അമ്മക്കുട്ടി വന്നല്ലോ. അയ്യോ, മിഠായി മേടിച്ചോ അമ്മൂസ്? അപ്പൂസ് എത്തിയിട്ടുണ്ട് ഇവിടെ. എന്തായി? ആണോ? എല്ലാം മറക്കണോ? അവന് എക്സാം പേപ്പർ കിട്ടിയതൊക്കെ പറയണേ, നോക്കട്ടെ. ഓ, 25-ൽ 24. അടിപൊളി കേട്ടാ. അമ്മതാ പിള്ളേർക്ക് ഇവിടെ നല്ല ബൂസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മധുരം ഉപയോഗിക്കാറില്ല, കാരണം കുട്ടികൾക്ക് മധുരം കൊടുക്കാറില്ല അധികം. പക്ഷെ അവർക്ക് ഇഷ്ടമാണ്. മൂസും അച്ഛനും ഇവിടെ കളി തുടങ്ങി. അച്ഛൻ പോയിട്ടൊരു ബലൂണൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു അമ്മൂസിന് കളിപ്പിക്കാൻ. അമ്മൂസിന് കഴിക്കൂ, ബൂസ്റ്റ് കഴിക്കൂ. അച്ഛൻ എന്തുണ്ടാക്കിയേ? അച്ഛനും അമ്മയും കൂടിയിട്ട് അറിയോ? ഇന്നെന്തുണ്ടാക്കിയേ? ചിപ്സ്. ആ, കുട്ടികൾക്കുള്ളേ ചിപ്സ് ശരിയായി. ഇനി ഇതവർക്ക് കൊടുക്കാം ചിപ്സ്. കുട്ടികളെ കൊണ്ടുവരാൻ പോയ കൃപേനെ കാണാല്ലേ കേട്ടോ. കൃപ എപ്പോഴും എത്തിയിട്ടില്ലേ, ഇത് കണ്ടില്ലേ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇതിൻ്റെ കൂടെ ഇത് കണ്ടോ അവർക്ക് ഞാൻ മേടിച്ചാണ് ഈ ഗാർലിക്കിൻ്റെ വെജ് മയോനൈസ്. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നല്ലതൊന്നുമല്ല കേട്ടോ മയോനൈസ്, പക്ഷെ അവർക്ക് എന്തെങ്കിലും കൂട്ടി കഴിക്കാച്ചിട്ടേ അതെടുത്തായിരുന്നു. ഇത് ഉണ്ടാക്കാൻ സുഖമാട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. നല്ല ഒരു ഹെൽത്തി നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴേ. അമ്മൂസിന് മയോനൈസ് അല്ലേ വേണ്ടേ? മയോനൈസ് അല്ലേ വേണ്ട അമ്മൂസേ? ഇതാ കൊണ്ടേക്കോളൂ. ഇതാ കൈ കഴുകിയോ? ഓക്കെ കടിച്ചു പോയി. അവർക്ക് 2 പേർക്കും ചിപ്സ്. ഇതാ അമ്മൂസിന് ഏതാ വേണ്ടേ? അമ്മൂസേ ഇതാ ചിപ്സ് ഇതാ, ഇതെടുത്തോ, ഒന്ന് എടുത്തോട്ടോ. എങ്ങനെയുണ്ട് അമ്മൂട്ടി? എങ്ങനെയുണ്ട്? സൂപ്പറായോ? ഇഷ്ടപ്പെട്ടോ? കഴിച്ചോട്ടോ. വിശന്നിട്ടാ വന്നത് 2 അപ്പു ചിപ്സ് ആട്ടെന്ന്. ഗൈസ് കണ്ടോ ഗൈസ്, മറ്റേ കുട്ടികളെ കൊണ്ടുവരാൻ പോയ കൃപത ഇപ്പം എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാം ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നിലേക്കുള്ള പ്രചോദനം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ബൈ. ബൈ.